ഇന്ന് രാവിലെ ചില ചാനലുകളിലും അതുപോലെ തന്നെ പ്രാദേശിക വാർത്താ മാധ്യമങ്ങളിലും എൻ്റെ പുതിയ രാഷ്ട്രീയ പ്രവേശനം സംബന്ധിച്ച് വന്ന വാർത്തകൾ പൂർണ്ണമായും വസ്തുതാപരമല്ല. അനന്തപുരം ഗ്രാമപഞ്ചായത്തിലെ കണ്ണംകുണ്ട് വാർഡിൽ ഞാൻ മത്സരിക്കാൻ തീരുമാനിച്ചത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളുടെയും പിന്തുണയോടെ പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാണ് തീരുമാനിച്ചിരുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളും എന്നെ പിന്തുണച്ചിട്ടുമുണ്ട്. എല്ലാവരുടെയും പിന്തുണ ലഭിക്കാൻ ഞാൻ സമീപിച്ചിട്ടുമുണ്ട്. ഇതിൻ്റെ ഇടയിലാണ് ഇന്ന് രാവിലെ ചില അഭ്യുദയകാംക്ഷികളുടെ സൂത്രത്തിൽ തന്നെയാണ് എന്നെ മണ്ണാക്കാട്ടേക്ക് വിളിച്ചതും എന്നെ കൊണ്ടുപോയത് ഒരു കോൺഗ്രസിൻ്റെ ഓഫീസിലുമായിരുന്നു. അവിടെ നടന്ന കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മുൻകൂട്ടി അറിവുള്ളതല്ല. എന്നോട് ഇന്ന കാര്യത്തിനാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ല. നമ്മളെ ഒരു കാൻഡിഡേറ്റ് ഡിക്ലറേഷൻ എന്നുള്ളൊരു രീതിയിലാണ് പറഞ്ഞിരുന്നത്. എന്നാൽ അവിടെ വെച്ച് എന്നെ പാർട്ടി മെമ്പർഷിപ്പ് ചേർക്കുകയാണ് ഉണ്ടായത് പെട്ടെന്ന്. അപ്പോൾ ഞാൻ ആകെ ഒരു യാന്ത്രികമായിട്ടാണ് ഞാൻ അതിനെ കണ്ടത്. അപ്പോൾ തന്നെ ഞാൻ ആകെ വലിയ ബേജാറായി. അതിനെ എന്താണ് പെട്ടെന്ന് ഒരു കടലാസ് എനിക്ക് തന്നപ്പോൾ അത് സ്വീകരിക്കുകയും ഞാൻ അതിനെക്കുറിച്ച് പറയുകയും ചെയ്തു. എന്നാൽ ഞാൻ പഠിക്കുന്ന കാലത്ത് KSU പ്രവർത്തകനായിരുന്നു. KSUവിൻ്റെ കാൻഡിഡേറ്റൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ പുറത്തിറങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ഗൗരവം എനിക്ക് ബോധ്യപ്പെട്ടത്. കാരണം ഞാൻ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി അല്ലെങ്കിൽ യൂണിറ്റ് പ്രസിഡന്റും അതുപോലെ തന്നെ മണ്ണാർക്കാട് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിയുമാണ്. ഇങ്ങനെ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും മെമ്പർഷിപ്പ് സ്വീകരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ മെമ്പർഷിപ്പിലുള്ളവർ ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല എന്നുള്ളത് ഞങ്ങൾ ബൈബിളിൽ പറയുന്നുണ്ട്. പെട്ടെന്ന് ആ നിമിഷത്തിൽ എനിക്ക് അതൊന്നും പെട്ടെന്ന് പറയാൻ കഴിയില്ല. കാരണം മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടല്ല ഞാനത് സ്വീകരിച്ചത്. പിന്നെ അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും CPM-ന്റെയും ലീഗിന്റെയും മറ്റു പാർട്ടികളുടെയൊക്കെ പൊതുവായ പിന്തുണ ഉണ്ട് എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഞാൻ മത്സരരംഗത്ത് ഉണ്ടായിരുന്നത്. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ മത്സരിക്കാൻ തീരുമാനിക്കുകയുള്ളൂ. അല്ലാതെ ഒരു പാർട്ടിയുടെ ഒരു ചിഹ്നത്തിലോ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ നേതൃത്വത്തിലോ നൽകുന്ന ഒരു കാൻഡിഡേറ്റായിട്ട് ഞാൻ നിൽക്കുന്നത് എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിലവിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംഘടനകളിൽ ഞാൻ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു അംഗം കൂടിയാണ്. അപ്പോൾ ഇന്ന് രാവിലെ കോൺഗ്രസ് നേതാക്കൾ താങ്കളെ ഒരു തരത്തിൽ പറ്റിക്കുകയായിരുന്നു, അത് കബളിപ്പിക്കുകയായിരുന്നു? പറ്റിക്കുക എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും അവരുടെ പിന്തുണ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പാർട്ടിയോടും ഞാൻ അതിന്റെ പിന്തുണ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വരുന്നത്. ആ സമയത്താണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. അപ്പൊ ഇന്ന് താങ്കളെ വിളിച്ച ഒരു ചർച്ചയ്ക്ക് എന്ന് പറഞ്ഞിട്ടാണോ? ചർച്ചയ്ക്ക് നമ്മളൊരു കാൻഡിഡേറ്റ് ഡിക്ലറേഷൻ, അതായത് തീരുമാനമായ സ്ഥലങ്ങളിലെ കാൻഡിഡേറ്റ് നമ്മൾ പ്രഖ്യാപിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വന്നത്. പക്ഷെ താങ്കൾ ഈ മെമ്പർഷിപ്പ് വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ള സംഭവം ചെയ്യുമ്പോഴോ തങ്ങളുടെ മുഖത്തോ അല്ലെങ്കിൽ മറ്റുള്ള ഭാവവ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് നമ്മൾ ഇത് മെമ്പർഷിപ്പ് ആണെന്നുള്ള ധാരണയിലല്ല പെട്ടെന്ന് തരുന്നത്. മെമ്പർഷിപ്പ് മുൻകൂട്ടി തരുന്ന ഒരു ധാരണ എനിക്ക് ഉണ്ടായിട്ടില്ല. അവിടെ സ്റ്റേറ്റിൽ ഇരുന്ന് പെട്ടെന്ന് സ്വീകരണം വാങ്ങുകയും അങ്ങനെ ഒരു നിങ്ങളൊക്കെ പത്രക്കാരൊക്കെ അപ്പോഴാണ് നമ്മൾ കാണുന്നത്. എല്ലാവരും അവിടെ ഒന്നിച്ച് നിന്ന് വാങ്ങുമ്പോൾ അതിനൊരു ഗൗരവം മനസ്സിലാക്കിയിട്ടാണ് സത്യം പറഞ്ഞത്. പക്ഷെ അവിടെ നേതാക്കൾ പ്രസംഗിച്ചിരുന്നു, താങ്കളും വേറൊരാളും കൂടി കോൺഗ്രസിലേക്ക് വരികയാണ്, കോൺഗ്രസിലേക്ക് ക്ഷണിക്കുന്നു എന്നെല്ലാം പറഞ്ഞാണ് താങ്കളെ അവിടെ സംസാരിച്ചത്. ആ അവസരത്തിലെങ്കിലും താങ്കൾക്കത് ബോധ്യപ്പെടുത്താമായിരുന്നു. UDF-ലേക്ക് വരികയാണ്, UDF-ന്റെ കാൻഡിഡേറ്റ്ഷിപ്പ് നിൽക്കുന്നു എന്നുള്ള സത്യം തന്നെയാണ്. അത് ഞങ്ങൾ പൊതുധാരണയുടെ അടിസ്ഥാനത്തിൽ UDF മാത്രമല്ല, അവിടെ ലീഗിന്റെ നമ്മളെ സുഹൃത്തുക്കളുണ്ട്, CPM-ന്റെ സുഹൃത്തുക്കളുണ്ട്, മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ പാർട്ടികളുടെയൊക്കെ ആളുകൾ നമ്മളോട് പിന്തുണ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവരോട് നമ്മൾ കണ്ട് സംസാരിക്കുന്ന ഒരു അവസ്ഥയാണ്. തെരഞ്ഞെടുപ്പാണല്ലോ, പലരോട് സംസാരിക്കുമല്ലോ. പക്ഷെ ഞങ്ങൾ തന്നെ താങ്കളോട് ചോദിച്ചിരുന്നു, PKC എന്ന ആളുടെ ഭാര്യ സഹോദരൻ എന്ന നിലയിൽ താങ്കൾ കോൺഗ്രസിലേക്ക് വരുന്നു എന്ന രീതിയിലൊക്കെ ചോദിച്ചിരുന്നു. അപ്പോഴൊക്കെ താങ്കൾ വ്യക്തമായിട്ടൊരു മറുപടിയാണ് പറഞ്ഞിരുന്നത്. PKC എന്നുള്ളത് ഒരു ഫാക്ടർ അല്ലെന്ന് ഞാൻ അപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞു. പക്ഷെ താങ്കളുടെ വരവിനെ കുറിച്ച് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത്. ഈ വ്യാപാര സംഘടനയിൽ തലപ്പത്തിരിക്കുന്ന ഒരാൾ ഒരു പാർട്ടിയുടെ ഒരു അംഗത്വം സ്വീകരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് യോജിക്കാത്തതാണ്. മറ്റൊരു കാര്യം, നിങ്ങൾക്ക് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ തലപ്പത്തിരിക്കുമ്പോൾ മത്സരരംഗത്ത് ഇറങ്ങാൻ സാധിക്കും. അതിനൊന്നും പ്രശ്നമില്ല. സ്ഥാനാർത്ഥികൾക്ക് തടസ്സമൊന്നുമില്ല. ഒരു രാഷ്ട്രീയ പ്രതിനിധിയുടെ ഒരു മെമ്പർഷിപ്പ് ഇരിക്കാൻ പാടില്ല. പ്രതിനിധിക്ക് കുഴപ്പമില്ല, തലപ്പത്തിരിക്കുക. അപ്പൊ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ പോലുള്ള സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ അതിന് ബുദ്ധിമുട്ടുകളുണ്ട്. അല്ല, തുറന്നു ചോദിക്കട്ടെ, താങ്കൾക്ക് ഒരു ബാഹ്യ സമ്മർദ്ദം എവിടുന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ശരിയാണ്? ഇല്ല. ഭാവി സമ്മർദ്ദം എന്ന് വെച്ചാൽ ഞാൻ പുറത്തിറങ്ങിയതിനു ശേഷം എന്റെ സുഹൃത്തുക്കളൊക്കെ വിളിച്ച് സംസാരിച്ചപ്പോഴാണ് ഇതിന്റെ ഗൗരവം ഞാൻ സത്യം പറഞ്ഞ് മനസ്സിലാക്കുന്നത്. മുൻപ് വരുന്ന സമയത്ത് ആ സ്റ്റെപ്പ് കയറുമ്പോഴും അവിടെ ആ സ്റ്റേജിൽ ഇരിക്കുമ്പോഴടക്കം ഒരു മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ള ഉദ്ദേശം എനിക്കുണ്ടായിരുന്നില്ല. എന്നെ അറിയിച്ചിട്ടുമില്ല, ഞാൻ അറിഞ്ഞിട്ടുമില്ല. പക്ഷെ അപ്പൊ ശരിക്കും താങ്കളെ കബളിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ കബളിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെമ്പർഷിപ്പിന്റെ
കാര്യത്തിൽ വേണമെങ്കിൽ അങ്ങനെ പറയാം. പക്ഷേ ഞാൻ UDF-ന്റെ ഒരു സ്ഥാനാർത്ഥി ആയിട്ട്, UDF-ന്റെ സ്ഥാനാർത്ഥി മീൻസ് UDF-ൽ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാനാണ് ഉദ്ദേശിച്ചത്. ഇക്കാര്യം കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലത്തെ നേതാക്കളെ അറിയിച്ചു. അപ്പൊ തന്നെ തിരിച്ചു പോകുന്ന സമയത്ത് തന്നെ കാര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ അറിയിച്ചു. അപ്പൊ അവരുടെ പ്രതികരണം എന്തായിരുന്നു? അല്ല, അവര് ഈ പറഞ്ഞ പോലെ അവര് പിന്നെ പാർട്ടിക്ക് ഒരാളെ കൊണ്ടുവരിക എന്നുള്ളതിന്റെ ഒരു ഭാഗമായിട്ടായിരിക്കാം ചെയ്തിട്ടുണ്ടാകുക. പക്ഷെ എന്റെ ലിമിറ്റേഷൻസ്, ഞാൻ ആദ്യമായിട്ടാണ് രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങുന്നത്, കാരണം വെച്ചിട്ടുണ്ട് ഇതിന്റെ മറ്റുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അങ്ങനെയെങ്കിൽ ഞാൻ അപ്പൊ തന്നെ എനിക്കറിയാൻ പറ്റുമല്ലോ. ഇത് ഈ പറഞ്ഞ പോലെ നമ്മൾ പുറത്തിറങ്ങിയതിനു ശേഷമാണ് ഞാൻ വ്യാപാര പ്രസിഡന്റ് ആണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഓർക്കുന്നതും പ്രവർത്തിക്കുന്നതും. മനസ്സിലായില്ലേ? അതായത് നേരെ മറിച്ച് എന്നോട് മുൻകൂട്ടി പറയുകയാണെന്നൊക്കെ ക്ലിയർ, മുൻകൂട്ടി പറയുകയാണ് മെമ്പർഷിപ്പ് നിങ്ങൾക്ക് എടുക്കണം അല്ലെങ്കിൽ അതിന് വേണ്ട വരാമെന്ന് പറയുകയാണെങ്കിൽ ഞാനത് വിസമ്മതിക്കുമായിരുന്നു. കാരണം ഈ തലപ്പത്തിനോട് എത്രയും ജനങ്ങളെ കബളിപ്പിക്കുന്ന രീതിയല്ലേ വരുന്നത്. കാരണം ഇത്രയും എന്നെ ചുമതല ഏൽപ്പിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനം, വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുള്ള പ്രസ്ഥാനം, 4-ാമത്തെ വർഷമാണ് ഇപ്പോൾ അവിടെ പ്രസിഡന്റായി നിൽക്കുന്നത്. ഒരുപാട് ചുമതലയുള്ള ഒരു പൊസിഷനാണത്. അതിൽ നിന്നുകൊണ്ട് അതിന് ബൈലോക്ക് വിഭിന്നമായിട്ടൊരു കാര്യം സ്വീകരിക്കുക എന്ന് പറയുന്നത് തെറ്റാണ്. അത് എനിക്ക് മുൻകൂട്ടി അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു. മുൻകൂട്ടി അറിയില്ലല്ലോ, പെട്ടെന്നല്ല ഉണ്ടായത്. അപ്പൊ താങ്കൾ ഈ കാര്യം വ്യാപാര സംഘടനയിൽ ആരുമായിട്ട് ആലോചിച്ചിരുന്നില്ലേ? ഇല്ല, മെമ്പർഷിപ്പ് എടുക്കുന്ന കാര്യം ഞാൻ തന്നെ ആലോചിച്ചിട്ടില്ല, പിന്നെ മറ്റുള്ളവരോട് ആലോചിക്കുന്നത്. പക്ഷെ അങ്ങനെയാണ് താങ്കളുടെ സമ്മതം ഇല്ലാതെ അവർ മെമ്പർഷിപ്പ് തന്നു എന്നുള്ളത് വലിയൊരു തെറ്റല്ലേ? അങ്ങനെ വ്യാഖ്യാനിക്കാം. താങ്കളുടെ ചർച്ചയ്ക്ക് മാത്രമാണ് വിളിച്ചത്. ചർച്ചയ്ക്ക് മീൻസ് നമ്മുടെ ഒരു UDF-ന്റെ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ജനപ്രതിനിധികൾ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ, കാൻഡിഡേറ്റ് മത്സരരംഗത്തേക്ക് വരുന്ന ആളുകളെ കുറിച്ച് അല്ലെങ്കിൽ അവരെ ഒരു പ്രഖ്യാപനം എന്ന രീതിയിലാണ്. ഷാളണിയിക്കുമ്പോൾ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അല്ല, സ്വീകരിക്കുന്ന കോൺഗ്രസ് ഓഫീസിൽ സ്വീകരിക്കാൻ കോൺഗ്രസിലേക്കാണല്ലോ സ്വീകരിക്കാൻ. UDF എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ ഒതുക്കുന്നത്. പക്ഷെ ഒരു UDF നേതാക്കളായിട്ട് ആരും അവിടെ ഉണ്ടായിരുന്നില്ല, വെറും കോൺഗ്രസ് നേതാക്കൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ രാഷ്ട്രീയ രംഗത്തേക്ക് ചുവടുവെക്കുന്ന ഒരാളാണ്. ഇതുവരെ കുറെ ചെറുപ്പകാലത്തുണ്ടായിരുന്നല്ലാതെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയത്തിലേക്ക് ഞാൻ ആദ്യം ചെയ്തത്. ഞാൻ എൻ്റെ മേഖല എന്നത് പറയുന്നത് സേവന മേഖലയും അതുപോലെ തന്നെ വ്യാപാര വ്യവസായ കൗൺസിലിന്റെ മേഖലയുമാണ്. നിങ്ങൾ പല രംഗത്തൊന്നും കണ്ടിട്ടുള്ളതല്ലേ. അപ്പൊ ഇതിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പൊ ഇതില് ഒരു ചതിക്കുഴിയൊന്നും പറയാൻ പറ്റില്ല. അവരുദ്ദേശിച്ചത് ഒരു മെമ്പർ എന്നുള്ളതായിരിക്കും. അവര് പ്രത്യേകിച്ച് ഇതിന്റെ ഗൗരവങ്ങൾ അവരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അവിടെ പങ്കെടുത്തത് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കളാണ് അവിടെ പങ്കെടുത്തത് കോൺഗ്രസിന്റെ. ആ സാഹചര്യത്തില് അവരെ ഒരിക്കലും അങ്ങനെ ഒരു കാര്യഗൗരവമായി ആലോചിക്കാതെ താങ്കളെ അത്തരത്തിലുള്ളൊരു നടപടി ഉണ്ടാക്കും. നിയോജകമണ്ഡലം പ്രസിഡന്റിനെ നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. മുമ്പ് നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് പിന്തുണ അറിയിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പിന്തുണ അവരെ ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ ബന്ധപ്പെട്ടു. അതുപോലെ CPM-ന്റെ പല നേതാക്കൾ നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മളെ ലീഗിന്റെ നേതാക്കളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരുന്നു. അതേ കൂട്ടത്തിൽ കോൺഗ്രസിൽ നിന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു മെമ്പർഷിപ്പ് എന്നുള്ള ഒരു ചർച്ച ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. അപ്പൊ താങ്കൾ ഇപ്പോൾ നിലവിൽ കോൺഗ്രസ്സുകാരനല്ല? നിലവിൽ ഒരു പാർട്ടിയുടെയും മെമ്പർഷിപ്പ് ഞാൻ എടുക്കുന്നത്. അപ്പൊ രാവിലെ തന്ന മെമ്പർഷിപ്പ് താങ്കൾ തിരിച്ചു നൽകുകയാണ്? നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പൊ ഇനി മത്സരരംഗത്തുണ്ടാവോ? അത് ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. എന്നെ പിന്തുണയ്ക്കുന്ന മറ്റ് പാർട്ടികളും അതുപോലെ ഈ പറയുന്ന UDF-ഉം നമ്മളെ സുഹൃത്തുക്കളും ബാക്കി കുറെ ആൾക്കാരുണ്ട്, കുറെ ആൾക്കാർ പിന്തുണയുന്നുണ്ട്. അവരെല്ലാം ആലോചിച്ചതിന് ശേഷം ഞാൻ നിങ്ങളോട് ചോദിക്കാൻ എന്താ അറിയോ, നിങ്ങളോട് ഞാൻ വ്യക്തമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കോൺഗ്രസിലേക്ക് വന്നു, നിങ്ങളുടെ കൂടെ എത്ര ആളുകൾ വരും എന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. അത് പറഞ്ഞു പറയാൻ പറ്റാത്ത അത്ര ആളുകൾ വരും UDF-ലേക്ക്. അല്ലെങ്കിൽ UDF ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ചിട്ട് നമ്മുടെ കൂടെ ഒരുപാട് പേരുകൾ UDF-ന്റെ പിന്നെ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക മുന്നണിയിലേക്ക് വരാനുള്ള സാധ്യത ഞാൻ പറഞ്ഞിട്ടുണ്ട്. സത്യം തന്നെ നിഷേധിക്കുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ല, അപ്പോഴൊന്നും ഈ പെട്ടെന്ന് നമുക്ക് മെമ്പർഷിപ്പ് എന്നുള്ളൊരു കൺസെപ്റ്റ് എന്റെ ശ്രദ്ധയിൽ അവിടെ ഉണ്ടായിട്ടില്ല. പക്ഷെ അങ്ങനെ താങ്കളുടെ കൂടെ ആളുകൾ ഇങ്ങോട്ട് വരും എന്ന് വരെ താങ്കൾ അത്ര കോൺഫിഡൻസോടെ പറയുമ്പോൾ താങ്കൾക്ക് അറിയില്ല അത് കോൺഗ്രസിലേക്ക് വരുന്ന കാര്യമാണെന്ന് അറിയാറുന്നില്ല. അല്ല, നമ്മൾ ഉദ്ദേശിച്ചത് കോൺഗ്രസ് എന്നുള്ളത് ഞാൻ പറഞ്ഞ UDF. നമ്മളപ്പോ അവിടെ എന്റെ കുറച്ച് ആളുകൾ ഞാൻ എവിടെ നിൽക്കുന്നു അതിലൊപ്പം നിൽക്കുക എന്നുള്ളത് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ആ ഒരു രീതിയിലാണ് പുറത്തു വരുന്ന ചില വാർത്തകൾ. താങ്കൾക്ക് ശക്തമായ രീതിയിൽ ബാഹ്യ സമ്മർദ്ദം, അത് വ്യാപാര സംഘടനയിൽ നിന്നായാലും മറ്റു പൊളിറ്റിക്കൽ പാർട്ടീസിൽ നിന്നായാലും ബാഹ്യ സമ്മർദ്ദം വന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കളുടെ ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് പറയുന്നുണ്ട്. പറയുന്നവർക്ക് ഇപ്പോൾ പറയാൻ കുഴപ്പമൊന്നുമില്ല. അത് ചിലപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ ശരിയായിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത് ഇവിടെ ഇറങ്ങിയ ഉടനെ തന്നെ ആണ് ഞാൻ വ്യാപാര സംഘടന പ്രസിഡന്റാണെന്നുള്ളതും എല്ലാം അറിയുന്നത്. ഞാൻ അറിയുന്നല്ല, ഞാൻ പെട്ടെന്ന് ഓർക്കുന്നതും എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു വിളിച്ചു ഇതിലുള്ളതൊക്കെ ആലോചിച്ചിട്ടുണ്ടോ. കാരണം ഞാൻ അപ്പോൾ ആ സ്റ്റേജിൽ നിന്നിട്ട് ഒരാൾ വിളിച്ചൊരു കടലാസ് തരുമ്പോൾ നമ്മൾ വാങ്ങല്ലാതെ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മളതിനെ കാണുന്നത്.
ഇങ്ങനെ ഒരു മണിക്കൂറുകൾക്കുള്ളിൽ പാർട്ടി ചേരുക പിന്നെ വിടുക എന്ന് വരുമ്പോൾ താങ്കളുടെ ഒരു ക്രെഡിബിലിറ്റി അത് ബാധിക്കുമോ? ഒരിക്കലും ബാധിക്കാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ എല്ലാവരുടെയും ഒരു പൊതുസമ്മതനായിട്ടുള്ള ആളാണ്. കാലം ഇത്രയും അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. ഒരു ലേബലും ഞാൻ അറിയപ്പെടാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ വ്യാപാര വ്യവസായയുടെ പ്രസിഡന്റും അതുപോലെ തന്നെ ഈ പറഞ്ഞ നിയോജകമണ്ഡലം സെക്രട്ടറിയും മറ്റ് പൊതുപ്രവർത്തകങ്ങളായുള്ള ലയൺസ് ക്ലബ്ബ് പോലെയുള്ള പിന്നെ എന്താണ് സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരുപാട് ക്ലബ്ബുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അസോസിയേറ്റ് പോകുന്നതാണ്. ലീഗ് നേതാക്കൾ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു? എങ്ങനെ? ലീഗ് നേതൃത്വം നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു ഈ വിഷയത്തെ കുറിച്ച് ഇല്ല, ഇതൊന്നും ബന്ധപ്പെട്ടിട്ടില്ല. താങ്കൾക്ക് ഇടതുമുന്നണിയിൽ നിന്ന് സീറ്റിന്റെ ഓഫർ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ഞാനൊരു മുന്നണി ഓഫറൊന്നും ആർക്കും എനിക്ക് തോന്നുന്നു. ഞാൻ സ്വതന്ത്രനായി സ്വതന്ത്ര ചിന്തയിൽ മത്സരിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് അതിനുശേഷമാണ് പലരും നമ്മളെ ഇങ്ങോട്ട് ബന്ധപ്പെടുന്നത്. അതായത് UDF പിന്തുണയോടെ ഇനി മത്സരിക്കാൻ സന്നദ്ധനാണ്? ആ, തീർച്ചയായും. UDF പിന്തുണയോടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UDF മാത്രമല്ല അതിലുള്ളത്. മറ്റുള്ള എന്നെ സ്നേഹിക്കുന്ന മറ്റുള്ള ഘടകങ്ങളുണ്ട്. അതായത് പാർട്ടി ചിഹ്നത്തിലല്ലാതെ സ്വതന്ത്രനായിട്ടാണോ മത്സരിക്കുന്നത്? മത്സരിക്കുകയാണെങ്കിൽ സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്നു. ഞാൻ ആദ്യം തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അത് UDF നേതൃത്വത്തോടും മറ്റുള്ള എന്നെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റുള്ള സംഘടന എല്ലാവരോടും ഞാൻ പറഞ്ഞു. ഈ വാർത്ത വന്നതിന് ശേഷം താങ്കളുടെ ഭാര്യ സഹോദരനായ CPM നേതാവ് PK ശശി താങ്കളെ ബന്ധപ്പെട്ടിരുന്നു? ഇല്ല, ഇതിനെക്കുറിച്ച് സംസാരിച്ചില്ല? അല്ല, അദ്ദേഹത്തിന്റെ സമ്മർദ്ദമൊന്നുമല്ല? അദ്ദേഹത്തിന്റെ സമ്മർദ്ദം ഇല്ല. അതായത് അബദ്ധമായി പോയി എന്ന് പറയാൻ പറ്റും? അബദ്ധമായി പോയി എന്ന് പറയാൻ പറ്റും? അല്ല, എനിക്ക് പറ്റിയൊരു തെറ്റ് ഞാനത് നിങ്ങളുടെ മുന്നിൽ അറിയിപ്പില്ല. അല്ലെങ്കിൽ ഞാൻ വാർത്താ സമ്മേളനം വിളിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ആ നിമിഷത്തിൽ അപ്പോൾ എനിക്ക് എതിർക്കാമായിരുന്നു. അതായത് ഈ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അറിയാമായിരുന്നു. പക്ഷെ അത് ആ എല്ലാവരുടെയും സമ്മർദ്ദം എന്ന് പറയുമ്പോൾ അവിടെ ഞാൻ ആ സ്റ്റേജിൽ ഇരുന്നുകൊണ്ട് അങ്ങനെ എന്നെ വിളിക്കുമ്പോൾ ഞാൻ അത് എതിർക്കാനുള്ള സത്യമാണ്. പിന്നെ ഇറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിലുള്ള ഒരു പ്രയാസം. മെമ്പർഷിപ്പ് എടുത്താണ് താങ്കൾ വലിയൊരു തെറ്റായിട്ട് കാണുന്നത്? അതെ, ഒരു പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഞാൻ എടുക്കാൻ ഇപ്പോൾ ആഗ്രഹിച്ചതല്ല. പിന്നെ നമ്മൾ എടുക്കാൻ പാടില്ലാത്തതാണ്. കാരണം ഞാൻ ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ എടുക്കാൻ പാടില്ലാത്തതാണ്. എനിക്കൊരു പിന്നെ തെറ്റ് പറ്റിപ്പോയി. ആ തെറ്റ് തിരുത്താനുള്ള ഒരു പിന്നെ അതായിട്ട് തന്നെ കാണണം. അപ്പൊ താങ്കൾ ഇത്തരത്തിലൊരു നിലപാടെടുക്കുമ്പോൾ ഇനി കോൺഗ്രസ്സുകാർ താങ്കളെ ട്രസ്റ്റ് ചെയ്യോ? താങ്കൾക്ക് ഒരു പിന്തുണ നൽകാൻ തയ്യാറാവും? ട്രസ്റ്റിന്റെ പ്രശ്നമില്ലല്ലോ. കാരണം അവരെന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഇതിലിപ്പോ കോൺഗ്രസോ അല്ലെങ്കിൽ UDF മറ്റുള്ള ഒന്നുമല്ല വിഷയം. ഇതിൽ എന്റെ വിഷയം എന്ന് പറയുന്നത്, ഞാൻ ഇപ്പോൾ കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതിയിലെ അതിലെ യൂണിറ്റ് പ്രസിഡന്റ്. ഞാൻ നേരത്തെ പറഞ്ഞു, വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, പ്രസിഡന്റാണ്. അതുപോലെ തന്നെ മണ്ണാർക്കാട് നിയോജകമണ്ഡലം സെക്രട്ടറിയാണ്. ഈ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുക്കാൻ അർഹതയുള്ള ആളല്ല. അല്ലെങ്കിൽ അങ്ങനെ മെമ്പർഷിപ്പ് ഉള്ള ഒരാൾ ഈ സ്ഥാനത്തിരിക്കാനും അർഹതയുള്ള ആളല്ല. പക്ഷെ ഇത്രയും വർഷമായിട്ട് സംഘടനയിൽ പ്രവർത്തിക്കാൻ താങ്കൾക്ക് അത് അറിയില്ല എന്ന് അറിഞ്ഞിരുന്നില്ല? അതിന്റെ മുൻകൂട്ടി അറിയുന്നില്ലല്ലോ. ഞാൻ മുൻകൂട്ടി അപേക്ഷ കൊടുത്ത് മെമ്പർഷിപ്പ് എടുത്തതല്ല. അത് നിങ്ങൾ മനസ്സിലാക്കൂ. ആ പ്രത്യേക സാഹചര്യത്തിൽ ഒന്ന് പിന്നെ എന്താ വീണുപോയതല്ല, വിട്ടുപോയതാണ്. കോൺഗ്രസിൽ മെമ്പർഷിപ്പ് അവരും അങ്ങനെ ആലോചിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ എന്റെ അടുത്ത് പറഞ്ഞപ്പോൾ മനസ്സിലായത്. അവരും അതിനെക്കുറിച്ച് ഗൗരവത്തെക്കുറിച്ച് അവരും ഇതായിട്ടില്ല. അപ്പോൾ ഇതൊരു പരസ്പരം നമ്മളിപ്പോൾ ഒരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുമ്പോൾ ചർച്ച ചെയ്ത ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്തുന്നൊരു അവസരം അവിടെ കിട്ടിയിട്ടില്ല. ഇത് പത്രങ്ങളിൽ ലൈവായിട്ട് പോകുന്നു, അല്ലെങ്കിൽ പത്രക്കാരും എല്ലാവരും ലൈവായിട്ട് കാണുന്നു. അങ്ങനെ ഉണ്ടായ ഒരു സംഭവം അതെനിക്ക് തെറ്റാൻ തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ പത്രസമ്മേളനം. രാവിലെ ഉണ്ടായ തെറ്റ് വൈകിട്ട് തിരുത്തുന്നു. അതെ, അതെ. ഓക്കെ. മത്സരത്തെ പിന്മാറുമല്ലേ എന്നുള്ളത് നമുക്ക് അവിടെ പോയിട്ട് അവിടെ നമ്മളെ പിന്തുണയ്ക്കുന്ന കുറെ ആളുകളുണ്ടല്ലോ. അതായത് UDF അതുപോലെ തന്നെ പിന്നെ LDF-ലെ ആൾക്കാരും അതുപോലെ തന്നെ അവിടെ കുറെ നമ്മളെ അഭിനയ കമ്മീഷനിലൊക്കെ ഉണ്ട്, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അവരൊക്കെ കൂടി ആലോചിച്ച് തീരുമാനിക്കും. അല്ല, താങ്കൾ ഒരു കാര്യം പറയുന്നില്ലേ, അഭൂതപൂർവമായ ആളുകൾ ഇങ്ങോട്ട് വരുന്നു പറഞ്ഞു UDF-ലേക്ക്. അവരോട് ഇനി എന്താ പറയാ? UDF-ലേക്ക് വരണമെന്നാണോ വരണ്ടെന്നാണോ? അല്ല, അതൊന്നും പറയേണ്ട ആവശ്യമില്ല. ഞാൻ അവിടെ നിൽക്കുന്നു, അവിടെ അവരുണ്ടാവും. താങ്കളോടൊപ്പം അവരുണ്ടാവും. അപ്പൊ താങ്കളിപ്പോ UDF-ലേക്ക് വരാൻ നിലവിൽ തീരുമാനിച്ചിട്ടില്ല, അതായത് കോൺഗ്രസിലേക്ക് വരാൻ തീരുമാനിച്ചിട്ടില്ല. സ്വന്തം സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഏത് മുന്നണിയുടെയും പിന്നെ വോട്ടുകൾ നമ്മൾ സ്വീകരിക്കും. അത് പൊതു എല്ലാ അതിനുവേണ്ടി പ്രത്യേകം മെമ്പർഷിപ്പ് എടുക്കില്ല. മെമ്പർഷിപ്പ് എടുക്കില്ല. കോൺഗ്രസ് നേതൃത്വത്തോടെ മെമ്പർഷിപ്പ് ക്യാൻസൽ ആണെന്ന് അറിയിച്ചിട്ടുണ്ട്. നേതൃത്വം അവർ അംഗീകരിച്ചിട്ടുണ്ട്. ബോധ്യപ്പെട്ടിട്ടുണ്ട്. മത്സരിക്കുകയാണെങ്കിൽ LDF മത്സരിക്കാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കും. കാരണം വേറെ LDF സ്ഥാനത്ത് മാത്രമേ അങ്ങനെ ആദ്യം വരികയാണെങ്കിൽ താങ്കൾ ഇങ്ങനെ അയക്കാം.
എങ്ങനെ മനസ്സിലാച്ചു? LDF എന്റെ സ്വതന്ത്രനായ താങ്കളെ ഉദ്ദേശിച്ച പാർട്ടി അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. കാരണം ഉദ്ദേശിക്കുകയാണെങ്കിൽ സ്ഥാനാർത്ഥികളെ വെക്കുന്നില്ല. താങ്കൾ മാത്രമല്ല രാഷ്ട്രീയത്തിന്റെ പല കേൾക്കൂ. ഒരു ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും അല്ലെങ്കിൽ ഏത് വ്യക്തികളുടെയും വോട്ട് എന്ന് പറഞ്ഞതിന് പ്രത്യേക നിറമോ കാര്യങ്ങളോ ഇല്ല. അത് എണ്ണുമ്പോൾ കൗണ്ട് മാത്രമേ ഉള്ളൂ. ആ കൗണ്ട് കിട്ടുന്ന എല്ലാ വോട്ടും സ്വീകരിക്കാൻ തയ്യാറാണ്. അത്രേ എനിക്കതിൽ പറയാനുള്ളൂ. അതിന് LDF-കാർ വോട്ട് ചെയ്യണ്ട, അല്ലെങ്കിൽ BJP-കാർ വോട്ട് ചെയ്യണ്ട, അല്ലെങ്കിൽ മറ്റ് മുസ്ലിങ്ങൾ വോട്ട് ചെയ്യണ്ട, ക്രിസ്ത്യൻ വോട്ട് ചെയ്യണ്ട എന്ന് പറയാൻ പറ്റില്ല. ഇതില് എല്ലാ വിഭാഗം ജനങ്ങളുടെയും വോട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നു. എന്നെ സ്നേഹിക്കുന്ന നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങിത്തിരിക്കുകയാണ്. അതിന് എന്നെ സ്നേഹിക്കുന്നവരും എല്ലാ വിഭാഗത്തിന്റെ വോട്ടും നമ്മൾ സ്വീകരിക്കും. അങ്ങനെ നമ്മൾ സ്വീകരിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ പറയേണ്ട കാര്യങ്ങളല്ല. കാരണം ആ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് അപ്പൊ പറയേണ്ട കാര്യങ്ങളാണ്. ഞാൻ ഇപ്പൊ നിൽക്കുന്നത്, ഇപ്പൊ ഞാൻ നിങ്ങൾ ചോദിച്ചത് എനിക്ക് ഞാൻ മനസ്സിലാക്കിയത് പറഞ്ഞത് ഞാനൊരു LDF കാൻഡിഡേറ്റ് ആയിട്ട് മാറുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. സ്വതന്ത്രമായിട്ട് കാരണം ചില മണ്ഡലങ്ങളിൽ ഒരു ധാരണയുണ്ട്. അവിടെ LDF സ്വതന്ത്രമായിട്ട് LDF-ന്റെ നേതൃത്വമായിട്ട് ഇതുവരെ ഈ എന്റെ കാൻഡിഡേറ്റിൽ ഒരു സംസ്ഥാനവും അങ്ങനെ ഓഫർ വരികയാണെങ്കിൽ നിരസിക്കില്ല. അങ്ങനെ ഓഫർ വരികയാണെങ്കിൽ കാരണം താങ്കൾ നിങ്ങൾക്ക് അങ്ങനെ അറിയാം. താങ്കൾ സ്ഥാനത്ത് മാത്രം ഉണ്ടാവുമല്ലേ. ഞാനത് പറഞ്ഞല്ലോ, വോട്ട് തരുന്ന ആരും ഞാൻ നിരസിക്കില്ല. വോട്ട് തരുന്ന UDF ആയിക്കോട്ടെ LDF ആയിക്കോട്ടെ, അല്ല ഞാൻ പറഞ്ഞ എന്റെ ഒപ്പമുള്ളത് LDF-കാരും ഉണ്ട്, ലീഗുകാരും ഉണ്ട്, കോൺഗ്രസ്സുകാരും ഉണ്ട്, മറ്റ് പല പാർട്ടിയിലെ അംഗങ്ങളും ഉണ്ട്. അവരെന്നെ ജനകീയനായിട്ടാണ് കാണുന്നത്. പൊതു സ്വതന്ത്രമായിട്ട് മത്സരിക്കുക. അത് സപ്പോർട്ട് ഏതെങ്കിലും മുന്നണി തരികയാണെങ്കിൽ സ്വീകരിക്കും. അതിൽ UDF-ആണ് നമുക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത്. അവരുടെ സപ്പോർട്ടിലാണ് നമ്മളിപ്പോൾ ഉദ്ദേശിച്ചത്. എന്തായാലും ഇപ്പൊ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ബാബു മൈക്രോട്ടെ കോൺഗ്രസ്സുകാരനല്ല, കോൺഗ്രസ് മെമ്പർഷിപ്പ് ഞാൻ ഇപ്പോൾ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല.